എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള നവരയരി കഞ്ഞിയുടെ റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് 1 ഗ്ലാസ് നവരയരി എടുത്തിട്ടുണ്ട്. 2 സ്പൂണ് ചെറുപയർ, 2 സ്പൂണ് മമ്പയർ, 1/2 സ്പൂണ് ഉലുവ. ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 4 കഷ്ണം ചെറിയ ഉള്ളിയും കുറച്ച് കാന്താരി മുളകുമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ നവരയരിയും പയറും ഉലുവയും കൂടി ഒന്ന് വെള്ളത്തിലിട്ട് വയ്ക്കുക. ഒരു അരമണിക്കൂറെങ്കിലും വെള്ളത്തിൽ ഇട്ട് വയ്ക്കാം. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഇനി നന്നായിട്ടൊന്ന് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ അരി കഴുകി കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി എടുത്തു വെച്ച ചെറിയ ഉള്ളിയും കാന്താരി മുളകും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 6 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. ചെറുപയറും മമ്പയറും എല്ലാം വെന്ത് കഞ്ഞി പാകത്തിനായിട്ട് കിട്ടും. ഇനി ഇത് ഒരു 2-3 വിസിൽ കേൾക്കത്തക്ക തരത്തിൽ വേവിക്കുക. ആ സമയത്തേക്ക് കുറച്ച് ഒരു 4 സ്പൂണ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു 1/2 സ്പൂണ് ജീരകം എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ജാറിലേക്ക് ഇട്ട് അരച്ചെടുക്കാം. നന്നായിട്ട് അരയണമെന്നൊന്നുമില്ല, ഒന്ന് അരഞ്ഞ് കിട്ടിയാൽ മതിയാകും. ഇതിലേക്ക് ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് അരഞ്ഞാൽ മതിയാകും. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കഞ്ഞിയിലേക്ക് ഒഴിക്കാവുന്നതാണ്. അപ്പോൾ 2-3 വിസിൽ കേട്ട് ഇത് സ്റ്റൗ ഓഫാക്കി ഒന്ന് ആറിയതിന് ശേഷം എടുത്തതാണ്. ഇപ്പോൾ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഒരു പയറെടുത്ത് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ ഒന്നും കൂടെ കത്തിച്ച് അരച്ച് വെച്ച തേങ്ങയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. നല്ലപോലെ തിളയ്ക്കണം. കൂട്ടൊഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം കാന്താരി മുളകും ഉള്ളിയും എല്ലാം വെന്ത് അതിൽ ചേർന്നിട്ടുണ്ടാകും. ഈ തേങ്ങയും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ കഞ്ഞിക്ക്. ഇതിപ്പോൾ തിളച്ച് വരുന്നുണ്ട്. നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റുള്ള ഒരു അരിയാണ് നവരയരി അഥവാ റെഡ് റൈസ് എന്ന് പറയുന്നത്. ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ ഉറവിടം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. നമ്മുടെ എല്ലുകളുടെ ബലത്തിനും ദഹനത്തിനും വെയ്റ്റ് ലോസ് കൺട്രോൾ ചെയ്യുന്നതിനും അസ്ഥികളുടെ ആരോഗ്യത്തിനും പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിനും എല്ലാം ഈ അരി സഹായിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാവുന്നതാണ്. ഇപ്പോൾ സ്റ്റൗ ഓഫാക്കിയിട്ടുണ്ട്. ഇത് ഇനി ഒന്ന് തണുത്തതിന് ശേഷം സെർവ് ചെയ്യാൻ എടുക്കാവുന്നതാണ്. കഞ്ഞി ഇപ്പോൾ ചെറുതായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്. ഇപ്പോൾ പാകത്തിനുള്ള കട്ടിയിലായിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാവുന്നതാണ്. വലിയവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കഞ്ഞിയാണിത്. ഇതിന് പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമില്ല. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ. താങ്ക് യു.